നമസ്കാരം. ബി ഇൻസ്പയർഡ് ബൈ ലിജോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. എന്താണ് ഓസ്ട്രേലിയ എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഓസ്ട്രേലിയയിലേക്ക് കയറി വരാൻ ആഗ്രഹിക്കുന്നവർ ധൈര്യമായിട്ട് കയറിപ്പോന്നോ. നാടിനെ ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യില്ല കേട്ടോ. ഇത് നമ്മുടെ കേരളമല്ല, ഓസ്ട്രേലിയ. ഞാനുള്ളത് ക്യൂൻസ്ലാൻഡിലാണ്. വൈകുന്നേരമായപ്പോൾ ഒരു സായാഹ്ന നടത്തത്തിന് വേണ്ടി ഞങ്ങൾ ഇറങ്ങിത്തിരിച്ച ഈ ഒരു വീഡിയോ തീർച്ചയായും ഓസ്ട്രേലിയയുടെ യഥാർത്ഥ ഒരു ചിത്രം നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ആരെങ്കിലും ഓസ്ട്രേലിയയിൽ വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇത് നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ആകട്ടെ. വീട്ടുമുറ്റത്തെ ഗാർഡനിൽ നിൽക്കുന്ന ഈ ഒരു പൈനാപ്പിൾ അതെനിക്ക് പ്രത്യേകത തന്നെയായിരുന്നു. അങ്ങനെയാണ് നോക്കിയപ്പോൾ വേലിപ്പുറത്ത് നിൽക്കുന്ന കാന്താരി മുളക് ജിൻസി അതിലൊന്ന് അടർത്തിയെടുത്തു. നമ്മുടെ കൊങ്ങണിയുടെ അനിയനെ പോലെ ഉണ്ടല്ലേ. വഴിയിൽ ഇങ്ങനെ ഒരു മതിലും വീടും കണ്ടപ്പം നാടിനെ പെട്ടെന്ന് ഓർത്തു. നാട്ടിലെ വീടെല്ലാം ഇതുപോലെയാണല്ലോ. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരിക്കുന്ന ബുദ്ധപ്രതിമ കണ്ട് അങ്ങനെ നോക്കിയപ്പോൾ അപ്പുറം പ്ലാവൻ തൈകൾ നിൽക്കുന്നു. വേലിയോട് ചേർന്ന് ഒന്നല്ല കേട്ടോ, ഒന്നിലധികം ഉണ്ട്. നോക്കിയപ്പം അടിയിൽ ചക്ക ഉണ്ടായി കിടക്കുന്നു. അത് നല്ലൊരു എന്താ പറയുക, കൺകുളിർക്കെ കാണേണ്ട കാഴ്ച തന്നെയാണ്. ഒത്തിരി വീടുകളിൽ പ്ലാവുകളിൽ ചക്ക ഉണ്ടായി നിൽക്കുന്ന നമുക്ക് വഴി നീളനെ കാണാൻ കഴിയുന്നു. ക്രിസ്മസ് സീസൺ ആയി കേട്ടോ. ഡിസംബർ 1-ാം തീയതി നിറയെ മലകൾ വിട്ടു. ഓക്കെ, പൂരപ്പറമ്പ് നമ്മുടെ നാട്ടിലെ പെരുന്നാളിന് ഇടുന്ന പോലെ തന്നെയാണ് ഇവിടെ. വഴികളെല്ലാം ഇതുപോലെയാ. ചെറിയൊരു കയറ്റവും വലിയൊരു ഇറക്കവും ഒക്കെയായി. ഇങ്ങനെ കയറ്റവും ഇറക്കമൊക്കെ ആയിരിക്കും. അത്യാവശ്യം സാഹസപ്പെട്ടുകൊണ്ട് തന്നെയാണ് അമ്മച്ചിയുടെ നടപ്പ്. അവർക്ക് എന്തായാലും സായാഹ്ന നടത്തം പ്രത്യേകത ഉള്ളത് തന്നെയാണ്. പക്ഷേ ഈ ഒരു കയറ്റവും ഇറക്കവും എങ്ങനെ ബാധിക്കുന്നുവെന്ന് എനിക്കറിയത്തില്ല. എങ്കിലും എല്ലാവരും കൂടെ പഴയ ഓർമ്മകളൊക്കെ ചർച്ച ചെയ്ത് ഇതും എടുത്തു പറയേണ്ട കാര്യം കേട്ടോ. ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന ഈ കൊര എല്ലാ വീട്ടിലും ഉണ്ട്. ഇങ്ങനത്തെ ഒന്നല്ല, 5, 6, 7, 8 എണ്ണത്തിൽ അധികമാണ്. അപ്പോഴാണ് അപ്പാപ്പന് വഴിയൊക്കെ എടുക്കുന്ന ഒരു പാള കിട്ടിയത്. പണ്ടത്തെ കുട്ടിക്കാലത്തിലേക്ക് പിള്ളേരെ തിരിച്ചു കൊണ്ടുപോവുകയാണ് അപ്പാപ്പൻ്റെ ലക്ഷ്യം. പാർക്കുകൾ സർവ്വസാധാരണമാണ് കേട്ടോ. UK ഇതുപോലെ തന്നെയാണ്. എല്ലായിടത്തും ഓരോരോ പാർക്കുകൾ ഉണ്ടാവും ഓരോ ഏരിയയിൽ. ഇവിടെയും അതുപോലെ തന്നെ, പക്ഷെ വിശാലമായ സ്ഥലമാണെന്ന് കേട്ടോ. ആരാ പറഞ്ഞേ? അപ്പം അപ്പനും മക്കളും കൂടെ ഇങ്ങനെ കളിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്ന് പണ്ട് ടയറും റോട്ടിൽ കൂടെ ഒരു വടി വെട്ടി ഉരുട്ടിക്കൊണ്ട് കിടന്നൊക്കെ ഓർമ്മ വന്ന്. ഇതുപോലെ മരത്തടികളൊക്കെ ടയറാക്കി പല വണ്ടികളും, പഴയ പാരകൻ്റെ ചെരുപ്പെല്ലാം വിജാലക്കുപ്പിയിൽ വെട്ടി ഉണ്ടാക്കിയ വണ്ടിയെല്ലാം ഓർമ്മ വന്നു. എല്ലാ വേലിയുടെ മുകളിലും ഇവന്മാരെ കാണാട്ടോ. തല ഉയർത്തി നിൽക്കുന്നുണ്ട് ഡ്രാഗൺ ഫ്രൂട്ട്. അങ്ങനെ ഞങ്ങളങ്ങനെ നടന്നു. ഇത് പിന്നാമ്പുറം തന്നെയാണ് എല്ലാ വീടുകളുടെയും. അതുകൊണ്ട് തന്നെ അടുക്കള ഗാർഡൻ നന്നായി കാണാം. ഈ കാണുന്ന പ്രത്യേകത ഉള്ളൊരു ചെടി തന്നെയാണ്. നാട്ടിലെ
പല പർപ്പസിനും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ അതിന് വിരോധമാണ് കേട്ടോ. എന്താന്ന് മനസ്സിലായോ? ഇതാണ് നമ്മുടെ ചൂരൽ. അതാണ് അവൻ ബാക്ക്ഗ്രൗണ്ടിൽ വോയിസ് ഇടുന്നത് വേണ്ടാന്ന്. അപ്പ മാത്രമേ ഉണ്ടല്ലോ. ആ വാഴ ഏതാ? വാളയങ്കോട്ടനാ തോന്നുന്നില്ല. എന്നിട്ടത് ഓറഞ്ച് ആണോ? അല്ല, നാരങ്ങ. ഓറഞ്ച് അത് ഓറഞ്ച് ഇങ്ങനത്തെ അല്ലല്ലോ. അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവും. ഇതേ കൊച്ച് ഇതെന്താ ടേബിള് ഇപ്പം മാങ്ങ സീസൺ ആട്ടോ. എല്ലായിടത്തും മാങ്ങ ഉണ്ടായി കിടക്കുന്നുണ്ട്. ഇവിടെ ഈ പാർക്കുകളിലെല്ലാം മാവും പേരയും ഓറഞ്ചും അതുപോലുള്ള സാധനങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കാം. അപ്പം അതുകൊണ്ട് ഇതിങ്ങനെ വീണ് താഴെ വീണ് പക്ഷികൾക്ക് തീറ്റയായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം കണ്ടപ്പോൾ ഒരു രസം. അപ്പനും മക്കളും കൂടെ മാങ്ങ പൊട്ടിച്ചു. എൻ്റെ ചെറിയ കാലം എനിക്ക് ഓർമ്മ വന്നു. സ്കൂളിൽ നിന്ന് ലഞ്ച് ബ്രേക്കിനൊക്കെ മാവുമ്മ കല്ലെറിഞ്ഞ് മാങ്ങ റോട്ടിലടിച്ച് പൊട്ടിച്ച് ഉപ്പ് വീട്ടിൽ നിന്ന് കൊണ്ടുവരും. എന്നിട്ട് കഴിക്കും. നല്ല രസമാണ് അത്. അതൊക്കെ ഒന്ന് ഓർത്ത് പിള്ളേർക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റി. അങ്ങനെ നോക്കിയപ്പോ കടൽക്കരയിൽ വേപ്പും തൈ നിൽക്കുന്നു. കിളികൾ അപ്പിട്ട് മുളച്ചതായിരിക്കാം. എനിവേ നല്ല മണമുണ്ട്. നല്ല വേപ്പാണ് അത്. മീൻകാരൻ ചേട്ടൻ മീൻ പൊതിഞ്ഞു തന്ന വട്ടയില ഇഷ്ടംമാതിരി നിൽക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇത് കടാപ്പുറത്താന്ന് മാത്രം. ഇവനെ കണ്ടിട്ടുണ്ടോ? ഇതാണ് നമ്മുടെ കൊങ്ങിണിപ്പൂ. നിറയുണ്ട്, പല കളറ്, പല വ്യത്യാസത്തിൽ.
tastes like. ഈ ഓസ്ട്രേലിയൻ കാഴ്ചകൾ നിങ്ങൾക്ക് ഒരു കുളിർമയായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം വീണ്ടും അടുത്ത വീഡിയോയുമായി കാണും വരെ വണക്കം. ഓസ്ട്രേലിയയിലേക്ക് വരുവാനിരിക്കുന്നവർ മടിക്കേണ്ട കേട്ടോ. നാടിനെ ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യത്തില്ല.